കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യം 14:1 നാം വായിക്കുമ്പോൾ, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സദൃശവാക്യം 14:1 നാം 2 ഗുണവിശേഷത ഉള്ള സ്ത്രീകളെക്കുറിച്ച് അവിടെ കാണുന്നു. അവിടെ ഒരുത്തി ജ്ഞാനമുള്ളവളും ഒരുത്തി പോഷത്വമുള്ളവളും. ഈ പോഷത്വം ഉള്ളവൾ എന്ന് പറയുമ്പോൾ അവൾ ദൈവഭയം ഇല്ലാത്തവൾ എന്ന് പറയാം. അവൾ ദൈവഭയം ഇല്ലാത്തവൾ തൻ്റെ മക്കളെ ഗവനിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് ചെയ്യേണ്ട കടമകൾ ചെയ്യുകയോ ചെയ്യാതെ തൻ്റെ ഇഷ്ടം പോലെ കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തന്നിഷ്ടകാരിയായി സ്വാർത്ഥകാരിയായി തൻ്റെ കാര്യം മാത്രം നോക്കി മുമ്പോട്ട് പോകുന്നവൾ. കുടുംബത്തിലെ കാര്യങ്ങൾ, കുടുംബത്തിലിരിക്കുന്നവരുടെ ക്ഷേമകാര്യങ്ങൾ അവൾ അന്വേഷിക്കുന്നില്ല എന്ന് കാണുന്നു. അത് വചനം പറയുന്നത് അവളുടെ ആ പ്രവൃത്തികൾ അവൾ സ്വന്തം കൈകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ പൊളിച്ചു കളയുന്നു എന്നാണ് കാണുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ഒരു ദൈവഭയത്തോടു കൂടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ജ്ഞാനമുള്ള സ്ത്രീ എന്ന് പറയുന്നവൾ തൻ്റെ ഭർത്താവിനെ തൻ്റെ ജീവനെപ്പോലെ സ്നേഹിക്കുകയും ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത്, ഭർത്താവിൻ്റെയും മക്കളുടെയും ഇടയിൽ ഒരു നല്ലൊരു സ്നേഹബന്ധം അവൾ സ്ഥാപിച്ചു കഴിയും. അതുമല്ല, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അവൻ്റെ വഴികളിൽ നടക്കുവാനും തൻ്റെ കുടുംബത്തെ പഠിപ്പിക്കുന്നു. അവൾ എല്ലാ രീതിയിലും കുടുംബത്തിൽ പ്രശംസ മക്കളുടെ വായിൽ നിന്നായാലും ഭർത്താവിൻ്റെ വായിൽ നിന്നായാലും കുടുംബക്കാരുടെ വായിൽ നിന്നായാലും ഒരു പ്രശംസ പിൻപറ്റുന്നവളായിട്ട് കാണപ്പെടുന്നു. അവൾ ജ്ഞാനമുള്ള സ്ത്രീ എന്ന് പറയുന്നു. അവളുടെ ആ കുടുംബം എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമുള്ള ഒരു കുടുംബം എന്ന് പറയാം. പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും ഏത് തരത്തിലുള്ള സ്ത്രീകളാണെന്ന് നമ്മെ തന്നെ ശോധിച്ചറിയണം. എന്തെന്ന് പറഞ്ഞാൽ, ശോധന ചെയ്യേണ്ട ഒരു കാലയളവിലാണ് നാം ജ്ഞാനമുള്ള ഒരു സ്ത്രീയായിട്ട് തൻ്റെ കുടുംബത്തെ പടുത്തുയർത്തുന്നോ അതോ ഒരു ജ്ഞാനമറ്റവളായി അല്ലെങ്കിൽ പോഷത്വമുള്ളവളായി നമ്മുടെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബം ഒന്നുമില്ലാതെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്നുവോ എന്ന് നാം കാണണം. നമ്മുടെ പ്രവൃത്തികൾ എന്തായാലും നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് അണഞ്ഞിരിക്കാനും കുടുംബത്തെ ദൈവത്തിൽ തന്നെ കെട്ടിപ്പണിവാനും ദൈവം ഓരോർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, പോഷത്വമുള്ളവളെയും ബുദ്ധിയുള്ളവളെയും കുറിച്ച് ഞങ്ങളിന്ന് പഠിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പോഷത്വമുള്ളവളായിട്ടല്ല, ഒരു ബുദ്ധിയുള്ളവളായി തൻ്റെ കുടുംബത്തെ ക്രിസ്തുവിൽ തന്നെ കെട്ടിപ്പണിവാൻ ഒരു കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല സ്ത്രീകളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബം നിലനിൽക്കുന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥയെ കൊണ്ടാണ് എന്ന് അറിയാൻ കർത്താവേ. ആ കുടുംബനാഥ ശരിയല്ലെങ്കിൽ ആ കുടുംബം തകർന്നു പോകും. പക്ഷേ ആ ഒരു സ്നേഹത്തിലും സഹിഷ്ണുതയിലും തൻ്റെ കുടുംബത്തെ കെട്ടി ഉയർത്തുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരുന്ന നല്ല പിതാവേ, ആമേൻ.